നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കാൽക്കുലേറ്റഡ് ഫീൽഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമുക്കിപ്പം വല്ല മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷനോ അങ്ങനെ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ചെയ്യണം, അല്ലെങ്കിൽ സം കണ്ടുപിടിക്കുക, ആവറേജ് അങ്ങനെയെങ്കിലും ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വല്ല കാൽക്കുലേഷൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റഡ് ഫീൽഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഓൾറെഡി നമ്മളൊരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോളംസിൽ റീജിയനും റെപ്പും കൊടുത്തിട്ടുണ്ട്, റോസിൽ യൂണിറ്റ്സ് സം ഓഫ് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേറൊരു പുതിയൊരു മെഷർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ റൈറ്റിലേക്ക് കൊടുക്കുക, ദെൻ ക്രിയേറ്റ് കാൽക്കുലേറ്റഡ് ഫീൽഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും. ഈ ബോക്സിൽ ആ മെഷറിന്റെ പേര് കൊടുക്കുക. ടോട്ടൽ സെയിൽസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കുന്നത് യൂണിറ്റ്സ് ഇൻറ്റു യൂണിറ്റ് പ്രൈസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ യൂണിറ്റ്സും യൂണിറ്റ് പ്രൈസും നമ്മളുടെ ടേബിളിലുണ്ട്. അത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടാം, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പം നമ്മളിപ്പോ കണ്ടുപിടിച്ച ടോട്ടൽ സെയിൽസ് നമ്മളുടെ ടേബിൾസിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ ടോട്ടൽ സെയിൽസ് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു മെഷറിനെ നമ്മൾ നേരത്തെ കിടന്നിരുന്ന സം ഓഫ് യൂണിറ്റ്സിന് പകരം നമ്മൾ എന്താ സം ഓഫ് ടോട്ടൽ സെയിൽസ് ആക്കി കഴിയുമ്പോൾ ആ മെഷർമെന്റിൽ ആ ഒരു ഗ്രാഫിൽ ഉണ്ടാവുന്ന ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് കാൽക്കുലേറ്റഡ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ കോളംസിൽ റീജിയണും റെപ്പും ആണ് കൊടുക്കുന്നത്. ദെൻ സം ഓഫ് യൂണിറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. ദെൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ക്രിയേറ്റ് കാൽക്കുലേറ്റഡ് ഫീൽഡ് ചെയ്തപ്പോൾ നമുക്കൊരു ബോക്സ് കിട്ടി. അതിലേക്ക് നമ്മളുടെ ആ ഒരു മെഷറിന്റെ നെയിം ടോട്ടൽ സെയിൽസ് എന്നാണ് കൊടുക്കേണ്ടത്. ദെൻ യൂണിറ്റ്സ് മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പൽ ഇടാം, ദെൻ യൂണിറ്റ് പ്രൈസ് ഓക്കെ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടോട്ടൽ സെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ സം ഓഫ് യൂണിറ്റ്സ് മാറ്റുക, ടോട്ടൽ സെയിൽസിനെ റോസിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഓക്കെ,